guys, welcome back to our channel. तो हम आ गए आदू 2 के कौन है पार्ट के साथ यार. फाइनली शज्जी एंड ऑल ने वो ट्रॉफी तो ले ली है और अब देखते हैं आगे क्या होगा. बहुत ही फनी था वो लिटरली. और ऐसा भी लग रहा है कि वो जो गुंडे थे वो वापस आएंगे या नहीं आएंगे. मेरे को तो नहीं लगता वो आएंगे. और डूड वाला भी हम लोगों ने सीन तो देखा ही था, वो भी अपना कर ही रहे थे ना. तो देखते हैं कि पार्ट कैसा होता है. सो फिर आप भी देखिए, हम भी देखते हैं. लेट्स स्टार्ट. ഇവരൊക്കെ ആരാ സാറേ? ലെഫ്റ്റ് വിങ്ങിൽ ഇപ്പുറത്തിരിക്കുന്നവൻ ബാറ്ററി സൈമൻ, ചാരായവാറ്റായിരുന്നു. അപ്പുറത്തിരിക്കുന്നവൻ കഞ്ചാവ് സോമൻ. രണ്ടിന്റെ കച്ചവടം പൂട്ടിയപ്പോൾ ഇപ്പൊ സാത്താന്റെ കിങ്കരന്മാരായിട്ട് നടക്കുക. ഇന്നിവിടെ സാത്താന്റെ വലിയൊരു ഡീല് നടക്കുക. അപ്പുറത്തിരിക്കുന്നത് ഏതോ ദുബായ് അതോ ലോകവാ. അവരുടെ ഡീൽ കിടക്കുന്ന സമയത്ത് നമ്മളെന്തിനാ സാർ ഉറക്കൊഴിഞ്ഞൂടെ ഇരിക്കണം? എടാ മണ്ട, ഒരു അധോലോക ഡീൽ എങ്ങനെ തൊണ്ടിയോടെ പിടിക്കണമെന്ന് ഇന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും. ഗോവിന്ദ സാർ, നീ ശ്രദ്ധിച്ചോ? ഓക്കെ സാർ. യെസ്, ബ്ലൂ കാബങ്കിൾ ഒറിജിനൽ അല്ലേ? കൊള്ളാം. സാത്താൻ സെവറല്ലെങ്കിലും ഒറിജിനൽ ഡീൽ ചെയ്യാറ് അല്ലേടാ? നിങ്ങൾ പറഞ്ഞ മുഴുവൻ ക്യാഷുമുണ്ട് സാറേ. ഡെയിലി ക്ലോസ് ആവാറെ ചാടി പിടിച്ചാലോ? പാടില്ല. പാമ്പിനെ പിടിക്കുമ്പോ പട്ടിക്ക് തന്നെ അടിക്കണം. അവൻ വരട്ടെ. ആര്? സാത്താൻ സേവിയർ. ഞാൻ അവനെ ചാടി പിടിക്കുമ്പോ നീ ഫോട്ടോ എടുത്തോണം. അതിനാണ് ക്യാമറ. അപ്പൊ ശരി. വെയിറ്റ് എ സെക്കൻഡ്, ഐ ആം ഹാവിംഗ് സെക്കൻഡ് തോട്ട്സ്. നിങ്ങളുടെ ഡീൽ കഴിഞ്ഞ് അവസാനിക്കുമ്പോഴേക്കും ഞങ്ങൾ അങ്ങ് ദുബായിലെത്തും. പിന്നെ ഞങ്ങളെ മഷീട്ട കിട്ടില്ല. മനസ്സിലായില്ല. സിമ്പിൾ. നിങ്ങളെ പോലുള്ള രണ്ട് കൺട്രി മണ്ടന്മാരെ ഈ ഡീലിന് വിട്ട സേവിയറാണ് മണ്ട. ഇപ്പൊ പോയ ജീവനെങ്കിലും ബാക്കിയുണ്ടാവും. ക്യാഷിന്റെയോ ഡയമണ്ടിന്റെയോ കാര്യം മിണ്ടരുത്. മക്കള് വേഗം സ്ഥലം വിട്. വേണ്ട സാറേ, ചതി സാത്താൻ സേവർ ഒരിക്കലും ക്ഷമിക്കയില്ല. സാത്താൻ സേവനെ ചതിച്ചിട്ട് നിങ്ങൾ ഹൈ റേഞ്ച് ഇറങ്ങത്തില്ല കേട്ടോ. ഓഹോ, എന്നാ വിളിക്കണം നിങ്ങളെ സാത്താൻ സേവിയർ. ओ जेवियर, सैतान जेवियर, जेवियर जिसने लास्ट वो याद नहीं है वो लाइक सारा पंगा डाला था. സാർ ഫുഡ്. ഞങ്ങളതിന് ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. സ്റ്റുപ്പിഡ്. ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് ഇത് ഹോട്ടലാണോ? വാട്ട് ഈസ് ദിസ്? ഇത് സാത്താൻ സേവിയർ നിങ്ങൾക്കായിട്ട് ഓർഡർ ओ ചെയ്തതാണ്. इससे जेवियर ने ऑर्डर പ്ലീസ് किया है. എൻജോയ് ഇറ്റ്. വേണ്ട സാറേ, ഫുഡ് കൊണ്ടുവന്നു. ഒരു 2 പൊറോട്ട നമ്മളും കൂടെ പറയാറുന്നല്ലേ? ओ बोलते हमने भी तो परांठे ऑर्डर. ചിക്കൻ ഫ്രൈ ആയിരിക്കും. ओ बॉम्ब ऑर्डर किया जेवियर ने. വാട്ട് ഡിഡ് യു ഗൈസ് തിങ്ക്? നൈസായിട്ട് സേവിയറിനെ പറ്റിച്ച് കാശും മാണിക്യമായി ഈ നാട്ടിൽ നിന്ന് മുങ്ങാമെന്നോ? യു ആർ ടെറിബിളി മിസ്റ്റേക്കൻ. ओ ചതി. സാത്താൻ സേവിയർ പൊറുക്കില്ല. सैतान जेवियर ഈ കോൾ കട്ടാകുന്നോടെ ആ ബോംബ് പൊട്ടും. എന്റെ 2 ശിങ്കിടികൾ നിങ്ങളുടെ കൂടെ പൊട്ടിച്ചിതറുമായിരിക്കും. ബട്ട് ഐ ഡോണ്ട് കെയർ. സോ വാട്ട് ഡു യു തിങ്ക്? പൊട്ടിച്ചിതറണോ വേണ്ടയോ? സ്റ്റെപ്പ് ബാക്ക്. അയ്യോ സാറേ, ബോംബ്. നിനക്ക് പേടിയുണ്ടോ? അതേ ഉള്ളു സാർ. എന്നാ നൈസായിട്ട് കണ്ട വഴി വിട്ടോ. അപ്പൊ സാർ എന്നെ നോക്കണ്ട, ഇവനെ കൂട്ടിക്കോ. അവ എപ്പോഴേ പോയി. The countdown begins. 10, 9, പൊട്ടിട്ടോ അറിയാൻ പാടില്ല. 7, 6, 5, 4, 3. दे दिया. Good boy. അവിടേക്ക് ഇപ്പൊ വരാ. क्या बात है यार. ഇത് എന്തിനാണെന്ന് അറിയാമോ? ഞങ്ങളെ കൂടി ബോംബ് പൊടിച്ച് കൊല്ലാൻ നോക്കിയാണ്. ഓട്ടോട്ടുണ്ട് ഇറങ്ങിയേക്കണം. പൂരതിന്റെ നീയൊക്കെ സാത്താൻ സേവന്റെ അടുത്ത് കളിക്കുന്നത്? हाँ हाँ आई वॉन्डर सैतान जेवियर आया है. कौन है सैतान जेवियर जो कहेंगे ना? वो तो तुमने किसी को लगा था. ഒരാളുടെ ബോംബെന്ന് വന്നപ്പോ തന്നെ പേടിച്ച് മുള്ളിക്കൊണ്ടുള്ള കാശ് എടുത്തു തന്നു. അത് ഞാൻ കണ്ടില്ലട്ടാ. പഞ്ചിന് പറഞ്ഞ എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. പാടത്ത് ജോലി, വരമ്പത്ത് കൂലി. इतना पैसा അതാ സാത്താന്റെ ഒരു ലൈൻ. സൂക്ഷിച്ച് ചെലവാക്കണം. കുറച്ച് ബാങ്കിലോട്ടോ. എന്നാ വിട്ടോ. हजार पैसे थे. എന്ത് നല്ല മനുഷ്യനല്ലേ. എന്നാ നീ പോയി അവന്റെ അപ്പ സാഹിബിന്റെ കല്ലറ കൊണ്ട് മെഴുകിരി കത്തി. അയ്യോ, 1000 2000 എന്നെ GST പിടിക്കോ? सिर्फ 1000 रुपए. ബോയ്സ്, ഗ്യാസ് കട്ടർ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കണം. യെസ് സർ. തുറന്ന റൂമിൽ കയറിയാൽ ഉടനെ ലോക്കർ കട്ട് ചെയ്തിരിക്കണം. രാത്രിക്ക് രാത്രി ഈ ഹോട്ടലും കത്തിച്ച് തമിഴിന്റെ തലമണ്ടയും തല്ലിപ്പൊളിച്ച് കാശുമായി നമുക്ക് രാജ്യം വിടണം.
ലോക്കറിൽ നിന്ന് പണമെടുക്കാൻ യൂത്ത് സാർ വരുന്നില്ലേ? നോ, എനിക്ക് നാളെ മുട്രോസിനുള്ള സവാളരിയുണ്ട്. യു കോണ്ടാക്ട് മീ ഓൺ വയർലെസ്. ഓക്കേ, 1 സെക്കൻഡ്. 6 മാസത്തെ പ്ലാനിങ് ആണ്, കൊളമാക്കരുത്. ठीक है भाई, बहुत टाइम से कुछ कर रहे हैं प्लानिंग, मत करना था। 3333 333 എടാ 333 3 बोल 3 ഹലോ 333 कहाँ खोल डाली देखना। യെസ്, ഞാൻ കൃത്യമായിട്ടെത്തി. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. ഞാൻ പണി തുടങ്ങാൻ പോവാ. യെസ്, യൂസ് ദ ഗ്യാസ് കട്ടർ. टॉप टू बॉटम ഓഫ് കോഴ്സ്. प्याज काट रहा है। ओ, पैसों की तो गट्टी ही गट्टी। शैतान ज़ेवियर तो खुश है, लेकिन वो भी खाली नहीं। भाई, उसमें सो रहा है। മണി 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 മണി. पैसा ही पैसा। യൂത്ത് സാറേ, ലോക്കർ പൊളിച്ചല്ലോ. ആ നമ്മുടെ ഭാഗ്യമാണെന്നാ തോന്നുന്നേ. എല്ലാം 1500 നോട്ട് के വെച്ചുള്ള नोट है। 100ന്റെ 50ന്റെ ഒന്നുമില്ല. दो ഒരു കെട്ട് പോലും ഇല്ല. ഗ്രേറ്റ് ജോബ് മിസ്റ്റർ ഡ്രാഗൺ ബോയ്, ഗ്രേറ്റ് ജോബ്. യു ആർ മൈ മാൻ. നിന്നെ സവാള അരിയാണ് പോലെ അരിയുടെ മയിൽ വാഹന. കാശ്, പണം, ദുഡ്, മണി മണി. इसके पूरे अच्छा പണത്തെ വെച്ചില്ല എന്നാ പണ്ട പറഞ്ഞേ തരില്ല. बोल भी रहा है कि मैं क्या करूँगी इतने पैसों के साथ। आज യെസ്, मध्यरात्रि टेल मी माय प्राइम मिनिस्टर, टेल मी. नवंबर 2016 कितनी बार हुआ था? भाई, की रात्रि को 12 बजे से ये हम लोगों ने 500 न्यूज़ में रुपए देखा था ना। यस, और 1000 बादशाह रुपए की करेंसी नोट लीगल ये कैसा? टेंडर नहीं रहेंगे। क्या फायदा हुआ? चोरी का क्या फायदा हुआ? भाई, मोदी जी दिल ने के तो यहाँ आसमां आंसुओं में बह गए। हेलो माय बॉय। दिल के आसमां कहाँ सब्जियां काटनी पड़ रही थी। என்னடா சத்தம்? ஒண்ணுலையா, அப்படியே மாவு கிட்ட பேசி பேசி அடிச்சிட்டு. क्या करोगे तुम? इधर भी जेवियर का भी पैड में दिखा। पट्टी पट्टी पट्टी। और यार क्या करेंगे अब ये लोग इतने पैसे का? एक्सचेंज ഷാജിയേട്ടാ, നാളെ എന്തായാലും ക്ലീറ്റസിനെ നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം. വേണ്ടിവരും കേട്ടോ. സ്ഥലമെത്തി. നിങ്ങൾ വണ്ടി കൊണ്ട് വെക്കോ, നാളെ കൊണ്ടുവന്നാ മതി. അതെ, വിദ്യാബല വണ്ടി കയറിയില്ലേ? എന്നാണത്? ഇല്ലേ, പള്ളി പെരുന്നാൾ വീട്ടിലേക്ക് വണ്ടി. പാപ്പ അതന്നെ പാപ്പ, ഇതിനേത് അവനല്ലേ क्या हुआ? പാപ്പന്റെ വീട്ടില് ദീപാവലിയാണല്ലോ. നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലടാ. इसका घर चला दिया ना। ഇന്ന് നിന്നെയൊക്കെ വെട്ടിയരിഞ്ഞ് ഞാൻ എന്റെ വാഴയ്ക്ക് വളവിടും. സാധനം പൊട്ടിക്ക് പാപ്പ. ഇങ്ങോട്ട് കേറി വാടാ. यार ये कितने नीच लोग हैं, इसका घर जला दिया यार।
यार कुछ तो भयंकर അടിയോടെ പോയേക്കട എല്ലാവർക്കും കൂടെ തോട്ട പൊട്ടി ചത്ത मिर्ची डालेगी क्या क्या हुआ ये अरे वो ही बंदा होगा, मेरे को पता था पोस्टर वाला बंदा जिसको उसने अपने को जिसको पट्टी मारा था, उसने अपने को पट्टी मारा था शायद, पता नहीं, लेकिन ये पोस्टर वाला बंदा जो था इसका मुझे पता है ഇതെന്താടാ കൊടിമരം जो लोकेशन और एड्रेस पता कि हमको तो नहीं आई आप എന്നത് തെങ്ങ് ये तो നടന്നു पूछ गए इसके बॉम आलू बॉम वही सही कपड़ा ये इस पर हो जाए सज्जी पे ലാസർ ചെകുത്താൻ ലാസർ ഈ തോട്ട പൊട്ടിയ ലാസറിനും ഒരേ ആനമയിലൊട്ടകവ मेरे को बॉम एक्सप्लोड से തോട്ടല്ലോ ചേട്ടായി ബോംബ് പൊട്ടി ചത്തായിരുന്നായിരുന്നല്ലോ കരക്കമ്പി ആണെന്നും പറയാൻ പാടില്ല ഇവിടെ ബോംബ് പൊട്ടിയിട്ട് ഞാൻ ചത്തില്ല പിന്നെയാ അവന്റെ ഒരു പൂത്തിരി इसका तो माथा ही खोल दिया होगा शादी का शादी तो बेहोश शादी बेचारा बहुत പണിവാളിയാ ഇടപെടാതിരുന്നാലോ बहुत गलत हुआ फाइनली उठा शादी प्रोग्राम से हाय गुड बाय ആര് തങ്ങനെ इतनी बड़ी लिस्ट किस चीज की കൊടി കുത്തിയപ്പം അഡ്രസ്സും കൂടി എഴുതി വെച്ചത് ഏതായാലും നന്നായി കൃത്യമായിട്ട് ഇങ്ങ് എത്താൻ പറ്റി നീ എന്റെ കെട്ടിടം നശിപ്പിച്ചതും നാട്ടുകാര് കയറി കുറെ മുതല് വാരിയതും പിന്നെ കുറെ ചരക്ക് കത്തത്തിനകം എനിക്ക് ഈ കാശ് തീർത്ത് കിട്ടണം അതും നീ ഈ കാശുമായി അങ്ങോട്ട് വരണം ഈ സാബ് ഒരു മൂന്നാം കട ഡാൻസ് പാടുന്ന നടത്തിപ്പാരനെന്ന് വിചാരിച്ചോളാം പോർക്കെ भाई शादी तो फ्लैट ही हो गया इसका तो मुंह भी तोड़ दिया होगा शादी का पीड़ तो वाली നിങ്ങളൊക്കെ അപ്പോ വന്നായിരുന്നടാ നാടുകളിൽ ചായ ഇരിപ്പുണ്ട് എവിടെ എല്ലാവർക്കും ചായ എടുത്ത് കൊടുറി ഷാജിയുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമല്ല അവന്മാര് ചവിട്ടിക്കൊട്ടി ബോധം കിടത്തി ഇപ്പൊ ആശുപത്രിയില്ല ആശുപത്രിയിലോ കണ്ട ഓറഞ്ചക്ക പാപ്പ ബാസ്റ്റിനെ മൂങ്ങേനെ കൂടെ സ്വർണ്ണക്കപ്പ് അവന്മാര് ओ കൊണ്ടുപോയി कप भी ले गए കപ്പും ഭർത്താവേ भाई सबसे ज्यादा പിള്ളേർ അവരെന്തെങ്കിലും ചെയ്യുവാടാ പോയി സാധാരണ ഇതുപോലത്തെ എന്തെങ്കിലും വരുമ്പോ അവർ ഓടുകയാണല്ലോ പതിവ് അവന്മാരെ ചെകുത്താനെ കണ്ട് പേടിച്ച് മരിച്ച് നിന്നു തന്നെ എന്റെ കർത്താവേ ഷാജിയേട്ടാ ഇനി ആ 27 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും എനിക്കറിയാൻ വയ്യടാ പാപ്പാ പിന്നെ ഒരു ഹാപ്പിനെസ്സും കൂടി ഉണ്ട് എന്നാ മോനെ അതെ നമ്മുടെ പ്രധാനമന്ത്രി ഇല്ലേ പുള്ളി 1500 നോട്ടൊക്കെ നിരോധിച്ച് എന്നാന്ന് 1500 ഒക്കെ നോട്ട് നിരോധിച്ച് നോ ഡൈനാമിക് ഡിസിഷൻ ഈ പൊരിഞ്ഞ അടിയുടെ ഇടയ്ക്ക് തന്നെ നോട്ട് നിരോധിക്കാൻ അങ്ങേർക്ക് എങ്ങനെ മനസ്സ് വന്നതാ പോയി सही बात 27 ലക്ഷം രൂപ ഞാൻ എങ്ങനെ ഒപ്പിക്കണ്ട കർത്താവേ 27,000 ഇവരെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്റെ തള്ളല്ലേ ഇവിടെ ആയിരുന്നോ ഞാൻ उसका घर गिरा दिया ചത്തുപോയ ചെകുത്താൻ ലാസർ എഴുന്നേറ്റ് വന്ന് പെടലിക്ക് ഒരെണ്ണം കൊടുത്തപ്പോ പാപ്പൻ ശരിക്കും ഞെട്ടി. പക്ഷെ നാട്ടുകാർ മൊത്തം ഞെട്ടിയത് പ്രധാനമന്ത്രി നോട്ട് നിരോധിച്ചു. നോട്ട് നിരോധിച്ചു ആര് പ്രധാനമന്ത്രി എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. കള്ളക്കടത്ത്, ബോംബ് പൊട്ടിക്കല്, ജീവിതം ഒന്ന് പച്ച പിടിച്ചു വരുമെന്ന് കരുതിയതാ. ഇനി പഴയതുപോലെ തന്നെ കള്ളവാറ്റിന് പോകേണ്ടി വരും. എന്നെ പിന്നെ പോലീസ് അടിച്ചു കൊല്ലും സത്യം. अभी क्या कर रहे हैं പ്രഭാകര എന്തായി 30 ഷെയർ ബൈ വേഗം ആയിക്കോട്ടെ രാത്രി ലോഡ് പോവാനുള്ളതാ लीगल टेंडर नहीं रहेंगे इनका भी यही हो गया सबका പ്രഭാകര ബൈ സംഗതി കള്ളപ്പണക്കാർക്കുള്ളതാണെങ്കിലും അതിനേക്കാൾ വലിയ അടി കിട്ടിയിരിക്കുന്നത് നമ്മളെ പോലുള്ള പാവം കള്ളനോട്ടടിക്കാർക്കല്ലേ ഈ അടിച്ചു വെച്ചിരിക്കുന്ന പശുവിനും കൊടുക്കേണ്ട ഒരു ലീസര ബൈ
ആ സുരേഷ് ഭായിനെ വിളിക്കും. അത് വേണോ? വേണം. അകത്തുണ്ട്. എന്റെ പൊന്നു ഷെട്ടി, താൻ എന്തിനോട് ടെൻഷൻ അടിക്കുന്നേ? ഈ നോട്ട് നിരോധനം അത്ര വലിയ പണിയൊന്നുമല്ല, അപ്രതീക്ഷിതമായി കിട്ടിയ അടിയുമല്ല. അതൊക്കെ കള്ളപ്പണക്കാർക്ക്. യു ആർ മൈ ഫ്രണ്ട് മാൻ. ഇത് തനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ലോട്ടറിയാ. ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്. ട്രസ്റ്റ് മീ. മനസ്സിലായില്ല. ഇതാണ് പുതുതായി ഇറങ്ങാൻ പോകുന്ന 2000 രൂപയുടെ നോട്ട്. 2000 നോട്ടോ? ഇതെപ്പോ ഇറങ്ങി? മറ്റന്നാ മുതലേ ഇത് ബാങ്കിൽ പോലും ഇറങ്ങി തുടങ്ങുള്ളൂ. ഇത് കഴിഞ്ഞ ഇറങ്ങാൻ പോകുന്ന 1000 രൂപയുടെ നോട്ടാന്ന് എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ 10 ദിവസത്തിനുള്ളിൽ ഇറങ്ങുന്നതേ 500 രൂപയുടെ നോട്ടാ. ആ, ആരും കണ്ടിട്ടില്ല ആ നോട്ടിന്റെ ഡിസൈൻ. റിസർവ് ബാങ്കിലെ ചുരുക്കം ചിലരും പിന്നെ എന്നെ പോലെ കുറച്ചു പേര് ഒഴികെ. ആ നോട്ട് ഇറങ്ങി ആൾക്കാരുടെ കയ്യിൽ എത്തുന്ന സമയത്ത് താനും അതേ നോട്ട് അടിച്ച് ഇന്ത്യ ഒട്ടാകെ വിതരണം ചെയ്തു. ആൾക്കാർ നല്ലതേതാ കള്ളനേതാന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിനിമം 1000 കോടിയുടെ കള്ളനെങ്കിലും മാർക്കറ്റിൽ ഇറങ്ങും, യാതൊരു സംശയവുമില്ലാതെ. അതെ, കാഞ്ഞ ബുദ്ധി, ഉഗ്രൻ ഐഡിയ. പക്ഷെ ആരും കാണാത്ത നോട്ട് ഡിസൈൻ ഇല്ലാതെ ഞാൻ എങ്ങനെ അടിക്കും? തനിക്ക് ഡിസൈൻ ഞാൻ തരുവോടൂ, നാളെ തന്നെ. ചുമ്മാതല്ല ഈ പരമോന്നത ബാങ്ക് എടുത്ത് ഞാൻ കളിക്കുന്നത്. ഐഡിയ. എന്നാ പിന്നെ 2000 ഒറിജിനൽ ഡിസൈൻ കിട്ടിയ? നോ 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 നോ, അധികം ആവേശം കാണിച്ച പിടി വീഴും. 500 മതി. ആ നോട്ടിന്റെ ഡിസൈൻ ഉള്ള ഇന്ത്യയിലെ ഏക കള്ള നോട്ട് അടിക്കാരൻ താനായിരിക്കോടൂ. ബട്ട് there is one thing. I need cash. $2 million. $2 million? Yes, dollars. ഇന്ത്യ മണി വേണ്ട, ഇന്ത്യ മണി വേണ്ട. വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാ നിരോധിക്കുന്ന ആർക്കറിയാം. കാശ് കുറച്ച് കൂടുതലാണ്. ബട്ട് ഓക്കെ. അതാണ്. शट्टी की तो बैंड बजने वाली है. ആ പേട്ട് സ്ഥലത്തിന് 27 ലക്ഷം ഈ ലോകത്തൊന്നും അല്ലേ. അത്ര അത്യാവശ്യമായതുകൊണ്ടേക്കാ ആ സഹകരണ ബാങ്കിൽ ചെന്നപ്പോ അവിടെ നമ്മളെക്കാളും കഷ്ടമാണ്. ഈ നോട്ട് നിരോധനമൊക്കെ വന്നേ പിന്നെ എനിക്ക് ഒന്നുകൂടി സഹായിക്കണം. ഇനി സഹായിക്കുന്ന വെച്ചാൽ തന്നെ ഇന്റെ അടുത്ത് പോയ 500 ആയിരത്തി നോട്ട് എനിക്ക് അനുമതിയോ? അത് കിട്ടിയിട്ട് തന്നെ കാണിക്കാൻ. ആ പുതിയ നോട്ടാണ് ഈ അടിച്ചുണ്ടാക്കേണ്ടി വരും. പോയിട്ട് ആധാരം എടുക്കാനുള്ള പൈസ ഇട്ടു. ഇല്ലെങ്കിൽ ഷാജിയെ നിന്റെ വീട് പോകട്ടോ. ഇക്കയാണ് സത്യം ഇല്ലേ? ഇതെന്താണ് ഇവിടെ കയറി മടിയിൽ ചെല്ലി ഇറങ്ങണ പുറത്ത് എന്നെ കാണിച്ചോണ്ടിരിക്കും. അപ്പൊ കാര്യങ്ങളൊക്കെ പഠിക്കായില്ലേ? നല്ല മനസ്സാ, അതാ വീൽ ചെയറിൽ. यार ये तो शज्जी के साथ बहुत गलत हो गया. कहाँ से वो पैसे इकट्ठे करेगा 2700,000 रुपीज? इधर से डीमोनेटाइजेशन हो गया, इधर से उसके साथ बहुत गलत हुआ है. हाँ, और जेवियर के पास भी तो कितने पैसे? जेवियर के साथ भी. और उसका क्या नाम था? अरे यार वो आदमी था गुंडा, उसका क्या नाम था? डूड. हाँ, डूड के साथ भी कितना बेचारी सुरंग बनाई अपने मालिक के बाद. जैसे ही पैसे को वो भर रहा था और वैसे डिमोनेटाइज. और वो भी नहीं, डूड ने इतनी मेहनत करी, बर्तन साफ करे हैं, कितना कुछ. प्याज काटी ऐसे, फिर वैसे से प्याज काट रहा था बेचारा. डूड के साथ भी बहुत बुरा हुआ. तो देखते हैं कि अब इसका अगला पार्ट कैसा होगा. तो गाइस यही था हमारा रिएक्शन. आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट करिए. और अगर चैनल पर नहीं तो सब्सक्राइब. बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया, अगर फॉलो करना चाहते हो तो कर सकते हैं. बाय.